Hi all, this is Abhay from Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ടാർഗറ്റ് CUT 2024 ഭാഗമായി CUT 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്. അതിന്റെ മെച്ചം നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഏതൊക്കെ ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ എല്ലാ ആളുകൾക്കും കിട്ടും. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ മാക്സിമം കവർ ചെയ്യേണ്ടത് എന്നുള്ള ധാരണ ഒക്കെ ഉണ്ടാവും. ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളുകൾക്ക് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ ആയിട്ട് ബന്ധപ്പെടാം. താഴെ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സെഷനിലേക്ക് വരികയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വെൻ BR2 is treated with aqueous solution of NaF, NaCl, NaI separately. BR2 NaF ആയിട്ട് റിയാക്ട് ചെയ്യും, NaCl ആയിട്ട് റിയാക്ട് ചെയ്യും, NaI ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഇതിൽ NaF ആയിട്ടും BRF റിയാക്ട് ചെയ്യില്ല, NaCl ആയിട്ട് റിയാക്ട് ചെയ്യില്ല. BR റിയാക്ട് വിത്ത് NaI ഇതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? NaBr പ്ലസ് I2. 2BR2 react with 2NaI gives 2NaBr plus I2. നമുക്ക് അയഡിൻ ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. നമുക്ക് NaCl കിട്ടത്തില്ല പ്രൊഡക്റ്റ്, NaFും എന്താവില്ല, ഇത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടൂല. ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ എന്താവില്ല, ഇത് റിയാക്ട് ചെയ്യൂല. റിയാക്ട് ചെയ്യുന്നത് അയഡിനുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അയഡിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിബറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് I2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് ടു സബ്സ്റ്റൻസ് A and B have P0A is to P0B equal to 1:2 and have mole fraction in the ratio 1:2, then mole fraction of A in vapors is. Mole fraction of A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പേ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ PA is equal to P0A chi A. PB എന്ന് പറയുന്നത് P0B chi B ആണ്. അപ്പോൾ P0A നമുക്ക് ഓൾറെഡി ഉണ്ട്, chi A നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ chi A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 ആണ്, 1:2 റേഷ്യോ ആണ്. 1/1 + 2 ആണ് chi A. chi B എന്ന് പറയുന്നത് എന്താണ്? 2/1 + 2. അപ്പോൾ 1/3, 2/3. അപ്പോൾ PA is equal to 1 × 1/3. PB is equal to 2 × 2/3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/3 ആണ്. ഇതെന്താണ്? 4/3 ആണ്. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ഇൻ ദ റേഷ്യോ, ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ വേപ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ വേപ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ PA ഡിവൈഡഡ് ബൈ PA പ്ലസ് PB. PA is equal to PA plus PB. മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ വേപ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ PA ഡിവൈഡഡ് ബൈ PA പ്ലസ് PB. അപ്പോൾ 1/3 ഡിവൈഡഡ് ബൈ 1/3 പ്ലസ് 4/3. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1/3/5/3. ഇതിൽ 3യും 3യും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എത്രയാണ്? 1/5 ആണ്. അപ്പോൾ 0.2. 0.2 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 0.2. വളരെ സിമ്പിൾ ആണ്. PA is equal to P0A chi A എന്നും PB is equal to P0B chi B എന്നും അറിയാം. chi Aയും chi Bയും നമുക്ക് കണ്ടുപിടിക്കണം. chi Aയും chi Bയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താക്കിയാൽ മതി? P0A chi Aയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PAയും PBയും കിട്ടും. ആ PAയും PBയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ വേപ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.2 ആണ്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ബൈൻ സൊല്യൂഷൻ. ക്ലോറിൻ എന്ന് പറയുന്ന സാധനം എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ക്ലോറിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഓക്സിഡേഷനിലൂടെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ക്ലോറിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം Cl- 2 ഇലക്ട്രോണിനെ കൊടുക്കുന്ന സമയത്ത് ഇതെന്തായി മാറും? Cl ആയി മാറും. ഈ 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് ഇതെന്തായി മാറും? Cl2-. Cl- 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Cl
പ്ലസ് 2 ഇലക്ട്രോൺസ്. ഇത് നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, ആനോഡിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഉത്തരം പറയാം. നെക്സ്റ്റ് വൺ മോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രോലൈറ്റ് ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് അയൺ ഓക്സൈഡ് H2O Fe3+. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊയാഗുലേഷൻ നടക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ AgCl അകത്ത് Ag അങ്ങ് പോയി കഴിഞ്ഞാൽ Cl എന്താണ്, Cl മൈനസ് ആണ്. Fe അങ്ങ് പോയാൽ എന്താണ്, Feൻ്റെ ചാർജ് എന്താണ്, Fe3+ ആണ്. Mg2+ ആണ്. KCl അത് K പ്ലസും Cl മൈനസ് ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ K4 അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് എന്നാണ് FeCN6 4-. ഇതിൻ്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സും കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ള ഇതെന്ന് പറയുന്നത് FeCN6 4- ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. K4 FeCN6 ആണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇനി ഇത് A വരുന്ന എന്താണ്, D വരുന്ന ഓപ്ഷൻ ഏതാണ്, D വരുന്ന ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 വരുന്നത് 2 ആണ്. ഓപ്ഷൻ 2-ലുള്ളത് D ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, ഉത്തരം കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് CuSO4 അതാണ് കോപ്പർ സൾഫേറ്റ്. അത് സിങ്ക് വെസലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സിങ്ക് എന്തായി മാറും, സിങ്ക് സൾഫേറ്റ് ആയി മാറും. കോപ്പർ എന്തായി മാറും, കോപ്പർ സൾഫേറ്റ് എന്തായി മാറും, കോപ്പറായി മാറും. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ നടക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സിങ്കിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാനാവും. തിരിച്ച് സിങ്ക് സൾഫേറ്റിന് കോപ്പറിന് റിയാക്ഷൻ നടക്കുമോ, ഇവിടെ റിയാക്ഷൻ ഇല്ല. കാരണം എന്ന് പറയുന്നത് കോപ്പർ എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് ആണ്. സിങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പർ എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ഹൈ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് Cu2+ബാർ Cu എന്ന് പറയുന്നത് ഹൈ ആണ്. ആരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ സിങ്ക് 2+ ബാർ സിങ്കുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കോപ്പറിൻ്റെ 0.6 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.34 ആണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏതിനാണോ കുറവ് അതിന് എന്താക്കാനാവും, അതിൻ്റെ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള സാധനത്തിനെ റിഡ്യൂസ് ചെയ്യാനാവും. അതിൻ്റെ സൾഫേറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഓക്സൈഡ്സിൽ നിന്നോ അതിനെ റിഡ്യൂസ് ചെയ്യാനാവും. അപ്പോൾ സിങ്കിന് എന്ത് ഡിസ്പ്ലേസ് ചെയ്യാനാവും, കോപ്പർ സൾഫേറ്റിനെ റിഡ്യൂസ് ചെയ്യാനാവും. അതുകൊണ്ടാണ് സിങ്ക് വെസലിൽ കോപ്പർ സൾഫേറ്റ് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്, ഓപ്ഷൻ 4 ആണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ലോവർ ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ പ്രൊഡക്റ്റ് Y ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ Y കണ്ടുപിടിക്കാനാവുള്ളൂ. അപ്പോൾ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് KCNO ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് എന്താണ് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ Cl അങ്ങ് പോവും. ഈ Cl KCl ആയിട്ട് അങ്ങ് പോകുന്ന സമയത്ത് CHC ട്രിപ്പിൾ ബോണ്ട് N ഫോം. CH2 ഇവിടുത്തെ ആ ഒരു Cl അങ്ങ് പോയിട്ട് ഈ KU ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായി പോവും, KCl എന്താവും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോവും. നമ്മളെ ഈ CN എവിടെ വന്ന് റിയാക്ട് ചെയ്യും, ഈ കാർബണായിട്ട് റിയാക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ എക്സ്. ഈ സാധനം നമ്മുടെ ലിത്യം അലൂമിനിയം ഹൈഡ്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ലിത്യം അലൂമിനിയം ഹൈഡ്രേറ്റ് ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. ഇതൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ നടക്കുന്നത് അവിടെ മാത്രമേ ഞാൻ വരക്കുന്നുള്ളൂ. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് CH ഡബിൾ ബോണ്ട് NH ആവും. വീണ്ടും ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് CH2 NH2 വരും. അപ്പോൾ CH2 NH2 ആ ഒരു ഓപ്ഷൻ വരുന്നത് എവിടെയാണ്, CH2 NH2 കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന്. എല്ലാ ഒരു കാർബണിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഇവിടെ ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ റിയാക്റ്റന്റിൽ ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ പ്രൊഡക്റ്റിൽ എത്ര കാർബണാണ്, 2 കാർബൺ വരുന്നുണ്ട്. അപ്പോൾ 2 കാർബണുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എവിടെയുള്ളൂ, ഇവിടെ മാത്രമല്ല പ്രൊഡക്റ്റ് എന്തായിരിക്കണം, NH2 ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്. KCN ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ CLനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എൻ്റെ CN വരും. CN വന്നതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ലിത്യം അലൂമിനിയം ഹൈഡ്രേറ്റ് ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റിനെ ഞാൻ ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിയിട്ട് അവിടെ രണ്ടിടത്തിൽ എന്ത് വരും, ഹൈഡ്രജൻ വരും. അപ്പോൾ CH2 NH2 ആണ് എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഓപ്ഷൻ 4 കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് എക്സ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നമ്മൾ ലോവർ ക്ലാസ്സിലെ നമ്മൾ അടിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. C2H5COO അസറ്റിക് ആസിഡിൻ്റെ അകത്ത് നിന്ന് എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് സോഡിയം അസറ്റേറ്റ് കിട്ടി. ആ സോഡിയം അസറ്റേറ്റ് നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെയും ക്വിക്ക് ലൈം ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ എണ്ണയും Na2 ആയി മാറുന്നു. ഈ CO ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ ആയിട്ട് CO3 ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ഈ H എവിടത്തേക്ക് പോകുന്നു? ഈ കാർബണിലേക്ക് പോകുന്നു. അപ്പോൾ C2H5 എന്നുള്ളത് H6 ആയി മാറുന്നു. അപ്പോൾ C2H6 വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. C2H5 ഒരു H കൂടുന്നു, C2H6 ആയി മാറുന്നു. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു കാർബൺ കൂടുന്നതാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് കാർബണിൻ്റെ എണ്ണം കുറയാണ്. ഇവിടെ 3 കാർബൺ ആണുള്ളത്. പക്ഷേ പ്രൊഡക്റ്റിൽ എത്ര കാർബണേ ഉള്ളൂ? 2 കാർബണേ ഉള്ളൂ. CO2 ഡീകാർബോക്സിലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. CO2 പുറത്തേക്ക് പോവാണ്. CO2 എൻ്റെ സോഡിയമായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് സോഡിയം കാർബണേറ്റ് എനിക്ക് എന്താവും? പ്രൊഡക്റ്റായിട്ട് കിട്ടും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ഗിവൺ ഇക്വേഷൻ സിങ്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, സിങ്ക് ഡയലൂട്ട് നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. സിങ്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് വാട്ടർ പ്രൊഡക്റ്റ് കിട്ടും. ഇതിലും വാട്ടർ പ്രൊഡക്റ്റ് ഉണ്ട്. സിങ്ക് നൈട്രേറ്റ് തന്നെയാണ്, സിങ്ക് നൈട്രേറ്റ്. പക്ഷെ ഇവിടെ എക്സും വൈയും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 2 നൈട്രജൻ ഓക്സൈഡ്സുകളാണ്. അതുകൊണ്ടാണ് എക്സും വൈയും എടുത്ത് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NO2 ആണ്. മറിച്ച് ഡയലൂട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് N2O ആണ്. ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കുന്ന നമ്മൾ N2O ആണ്. നൈട്രസ് ഓക്സൈഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ N2O വരുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 4 ആണ്. അപ്പോൾ 4 ആണ്, NO2 ആൻഡ് N2O. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം? ബാലൻസ് ചെയ്യുന്ന ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടും. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, K4FeCN6 ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. വാൻ ഓഫ് ഫാക്ടർ K4FeCN6 K2SO4 CH3COH in benzene KCl. അപ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദ ഓപ്ഷൻ ഗിവൺ എന്നാണ് പറയുന്നത്. അപ്പോൾ K4FeCN6 എന്ന് പറയുന്ന സാധനം ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി വരും? K4 + FeCN6 4 മൈനസ് എന്താണ്? 4K + FeCN6 എന്ന് വെച്ചാൽ 4K പ്ലസും ഒരു Fe. മൊത്തം എത്ര അയൺസ് ഉണ്ട്? മൊത്തം 5 അയൺസ് ഉണ്ട്. അപ്പോൾ 5 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ് 3. ഓപ്ഷൻ A 3 വരുന്ന 2 സാധനം ഉണ്ട്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ഉണ്ട്. ഇനി അപ്പോൾ K2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2K + SO4 2 മൈനസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അപ്പം 3 ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. ഇനി KCLൻ്റെ അകത്ത് KCL ഡിസോസിയേറ്റ് ചെയ്താൽ എന്തായി മാറും? K + Cl മൈനസ് എത്ര കിട്ടും? നമുക്ക് 2 കിട്ടും. അപ്പോൾ KCL വരുന്നത് എത്രയാണ്? D4. അത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1. അപ്പോൾ A3 B1 C2. ഇതിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, CH3COH C ഡബിൾ ബോണ്ട് OH. ഇത് ഡൈമർ ആണ്. CH3C ഡബിൾ ബോണ്ട് OH. ഇത് ഡൈമറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 2 മോളിക്യൂൾസ് കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു CH3COH ട്വൈസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ 0.5 ആണ്. മറ്റേതെല്ലാം ഡിസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ അസോസിയേഷൻ ആണ് നടക്കുന്നത്. 2 മോളിക്യൂൾ ഒന്നായി മാറി. അപ്പോൾ 1/2 ആണ്. മോളിക്യൂൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ മോളിക്യൂൾസ് ബിഫോർ ഡിസോസിയേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.5 ആണ്. നമ്മൾ മുകളിലത്തെ സാധനമൊക്കെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഡിസോസിയേഷൻ 5 ആണ്, ബിഫോർ ഡിസോസിയേഷൻ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഇതിൻ്റെ ആഫ്റ്റർ ഡിസോസിയേഷൻ 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 ആണ്. ഇത് 2/1 ആണ്. ഇതിൻ്റെ ആഫ്റ്റർ ഡിസോസിയേഷൻ 2, ബിഫോർ ഡിസോസിയേഷൻ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2. അപ്പോൾ 5, 3, 2 ആൻഡ് 0.5. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഇത് ഓപ്ഷൻ C ആണ്. അത് വരുന്ന ഒരേ ആൻസർ A ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരവും നമുക്ക് കണ്ടുപിടിക്കാനാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ എ സബ്സ്റ്റൻസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ.
കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ അകത്ത് ഉള്ള ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു CRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കോൺസെൻട്രേഷൻ. അപ്പോൾ പൈ ഓസ്മോട്ടിക് പ്രഷർ കൂടുക എപ്പോഴാണ്? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടും. അപ്പോൾ ഡയലൂട്ട് സൊല്യൂഷനേക്കാളും കൂടുതൽ ആയിരിക്കാണ് ഉണ്ടാവുക? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? കനോട്ട് ബി കമ്പയർഡ് വിത്ത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ. ഹയർ ദാൻ ദാറ്റ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ. ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്, ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഡയലൂട്ട് സൊല്യൂഷനേക്കാളും കൂടുതലായിരിക്കും. കാരണം ഡയലൂട്ട് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറും കുറയും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടും. ഇത് കൂടുന്നതിനനുസരിച്ച് പൈയും കൂടും. പൈൻ്റെ വാല്യൂ കൂടുകയെന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കൂടുകയാണ്. അപ്പോൾ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ ആൻസർ. ഈ ഒരൊറ്റ പോയിന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ മോളാർ കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. അപ്പോൾ ഡയലൂട്ട് സൊല്യൂഷനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷന് ആൻസർ ഉണ്ടാവും.